ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ, ഇവിടെ ആരുമില്ലേ? അമ്മ ആരോ വന്നിരിക്കണോ? ആ, ഇതാരും ആരാരോ കേറിയിരിക്ക. ഓ ഓ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് വരുന്ന്. മറന്നുപോയോ? ഏയ്, മറന്നിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ആ, പേരെന്താ പറഞ്ഞേ? പേര് പറഞ്ഞു കൊടുക്കും കുഞ്ഞെ. പറയും മോനെ. ആരാര് പറഞ്ഞില്ല ഒന്നും മിണ്ടരുതെന്ന്? എന്തിപ്പോ പേര് പറയാൻ പറയാ? ഉണ്ണിക്ക് ദേഷ്യം വരും കേട്ടോ. അതങ്ങനെയാണ്, ഭയങ്കര തമാശ. എന്റെ പേര് ഉണ്ണിയാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചായ എടുക്കുമോനെ. അതെ, കുട്ടികൾക്ക് വല്ലതും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ, നമ്മൾ ഇവിടുന്ന് മാറല്ലേ. മഴ സംസാരിക്കും, ഞാൻ ഒന്ന് തീർക്കട്ടെ. ആരാരെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ബോധിച്ചു. എനിക്കറിയാം ഉള്ളിക്ക് ശ്രീദേവി ഇഷ്ടാവുന്ന്. കാണാൻ തങ്കം പോലെ ഇരിക്കല്ലേ. അതല്ല മാരാരെ, ഭക്ഷണം അത് കേമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്. ഈ കാലത്തുള്ള ഈ പ്രായത്തില് അയാളൊരു പൊട്ടനാ. ചേച്ചി ഇതിന് സമ്മതിക്കരുത്. പക്ഷെ കാണാൻ നല്ല ശീലമുണ്ട്. ഞാൻ എന്താ ചെയ്യാ? അതെ, നിങ്ങൾ രണ്ടാളും അകത്തേക്ക് പൊയ്ക്കോ. ശ്രീദേവി, ഞാൻ പറയുമ്പോ നിനക്കൊന്നും തോന്നരുത്. എത്ര കാലമെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ എന്റെ കണ്ണടയും മുമ്പ് നിങ്ങളെ മൂന്നിനെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുണ്ട്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു മോളെ. അമ്മ വിഷമിക്കണ്ട, മാരാരെ അറിയിച്ചോളൂ. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന്. മോളെ,
വാ. ചെല്ല്. ശ്ശോ. ഉം. സാരല്ല, പോയിക്കോ. ചെല്ല, എഴുന്നേപ്പിക്ക. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായര് പറഞ്ഞിരുന്നു വേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണോളി ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാൽ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. ആ. ശ്ശോ, എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി, വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. ശ്രീദേവി, ശ്രീദേവി, വേണ്ട ശ്രീദേവി, കരയണ്ട ശ്രീദേവി. ശ്രീദേവി, ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം നല്ലൊരു പെങ്കൊച്ച്. എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വരാ നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്. ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക. നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ്. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഹലോ. അല്ലേ, ഇതാര് ടൗൺ ഹാളാ? നിന്റെ തന്തപ്പടിയാണ് ടൗൺ ഹാള്. അയ്യേ, എന്തിനാടാ രാവിലെ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്? എന്റെ പൊന്നു രാമൻ നായരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ടൗൺ ഹാളിൽ നിന്ന് കൂട്ടി വിളിക്കല്ലേ എന്ന്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നു ചെന്നും കുന്നും എന്നെ ഇങ്ങനെ കളിയാക്കുന്നു വെച്ചാ അത് കഷ്ടമല്ലേ? അല്ല കുഞ്ഞിരാമേട്ടാ, നിങ്ങൾക്ക് എന്താ ബദ്ധാ പറ്റിയേ? അത് ശരി, ഇനിയിപ്പൊ അത് ഞാൻ തന്നെ വിശദീകരിക്കണം. ശിവശങ്കര, ഞാൻ പറഞ്ഞുതരാം. ഇയാള് 10-20 വർഷമായിട്ട് സിംഗപ്പൂരായിരുന്നെന്നറിയാലോ. 2 വർഷം മുമ്പാ നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്ക് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആക്കും. രാമൻ നായരെ, കുറെ കാലം സിംഗപ്പൂരിലൊക്കെ താമസിച്ചിരുന്ന ആളല്ലേ, കുറച്ച് ദൂരമൊക്കെ കാണുമെന്ന് നാട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചു. ദാണപ്പാ വേണ്ട. ഗ്രാമസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വെച്ച് ഈ മഹാ ഒരു കാച്ചി നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറില്ലേ, അതുപോലൊരു പ്രസ്താവന. എന്താ നമ്മുടെ നാടിന് സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ പണിയണമെന്ന്. ഈ പട്ടിക്കാട് ഗ്രാമം എന്നാ ശിവശങ്കര ടൗൺ ആയത്? സത്യം. അല്ല, ഇതാരും പുതുമണമാണല്ലോ. എടേ, ഇവന്റെ വേളി കഴിഞ്ഞിട്ട് 4 ദിവസം തികച്ചായില്ലല്ലേ. അതിനുമ്പ് ടയർ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങിയോ? ഉണ്ണി, ചായ വേണോ? വേണം വേണം, 2 എണ്ണം താ. ഭയങ്കര വിശപ്പ്. ഇപ്പൊ തരാം.
എങ്ങനുണ്ട് ഉണ്ണി ശ്രീദേവി? വേളി കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? ഞാൻ പിന്നെ ഇല്ല തന്നെ കിടന്നുറങ്ങണോ? ആദ്യ രാത്രിയൊക്കെ ഗംഭീരമായിരുന്നു ഉണ്ണിയെ. ഏതാ അതിരാത്രി? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നാ? ഓ അതാണോ? രാമൻ നായർ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. പക്ഷെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു പോയി. ഇവനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഒന്നും നേരെയാവില്ല. ആ പെണ്ണിന്റെ ഒരു ഗതി അല്ല, ഗതി കെട്ടാ പുലി പുല്ലും തിന്നണം. പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ വലതും കട്ട് തിന്നുന്നത്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. നീ ഇങ്ങോട്ട് നിക്ക്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ആ വളയുടെ നിറം ഞാനുണ്ട് കേട്ടോ കളിക്കാൻ. ഞാൻ ഒളിക്കാൻ പോവാ. ഉണ്ണിയേട്ടാ, ശ്രീദേവി എടുത്ത് വഴക്ക് പറയൂട്ടോ. അതൊന്നും സാരമാക്കണ്ട, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞോളാം. ശ്രീദേവി ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഉണ്ണിയേട്ടനെ കൂട്ടരുതെന്ന്. എന്നാ ഇവിടെ ആരും കളിക്കണ്ട. നോക്കുണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ വേളി കഴിഞ്ഞ ആളല്ലേ, അപ്പൊ പിന്നെ കുട്ടികളോടൊപ്പം കളിക്കാൻ പാടുണ്ടോ? അധികം പറയണ്ട കേട്ടോ. ഞാൻ ആ മാരാരെ കാണട്ടെ. അയാള് പറഞ്ഞിട്ടാ ഞാൻ ഈ ശ്രീദേവിയെ കല്യാണം കഴിച്ച. ഇപ്പൊ കളിക്കാനും പറ്റില്ല എന്ന് വെച്ചാ എനിക്ക് കളിക്കണം. ഉണ്ണിയേട്ട ഇന്നുകൂടി കളിച്ചോ, നാളെ തൊട്ട് കളിക്കണ്ട കേട്ടോ. അത് നാളെ പറയാം. ഇപ്പൊ നമുക്ക് കളിക്കാം. ലക്ഷ്മി എണ്ണിക്കോ, നമുക്ക് കളിക്കാം. 1 2 3 4 5 6. എന്താ ഇത്? അപ്പടി നനഞ്ഞല്ലോ. എന്താ ശ്രീദേവി കാണിക്കുന്നേ? ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരും.